ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ അതേ സ്ലാങ്, അവരേത് ഭാഷയിലാണ് പറയുന്നത്, അതെ ഈ വ്യത്യസ്തതയെല്ലാം കലർത്തിയിട്ടുള്ള വായനയാണ്, അസാധ്യ വായനയാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് ഞാൻ വേറെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എസ് എൽ പുരത്തിൻ്റെ കാട്ടുകുതിര നാടകം വായിച്ച് കേൾക്കുക ഇരുന്ന്. ഞങ്ങൾ മൊത്തം ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പിന്നണി പ്രവർത്തിക്കുന്നവരും നടീനടന്മാരെയും കൂടി ഇരുത്തിയിട്ട് എസ് എൽ പുരം വായിക്കുക. ആദ്യത്തെ വായനയാണ് നാടകം. അത് വായിച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇതൊരു ഭയങ്കര ചലനം സൃഷ്ടിക്കുന്ന ഒരു നാടകമാണെന്ന് നമുക്ക് ബോധ്യമായി. ഉള്ളിലേക്ക് അത്രയ്ക്ക് തറഞ്ഞു കയറി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ നാടക രചനയുടെ ഒരു മഹത്വം, എസ് എൽ പുരത്തിൻ്റെ ആ പ്രസൻറ്റേഷൻ, വായനയുടെ ഒരു രീതി, ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ അതേ സ്ലാങ്, അവരേത് ഭാഷയിലാണ് പറയുന്നത്, അതെ ഈ വ്യത്യസ്തതയെല്ലാം കലർത്തിയിട്ടുള്ള വായനയാണ്, അസാധ്യ വായനയാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് ഞാൻ വേറെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വായന കേട്ട് ആ നാടകം അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ നാടകം അങ്ങ് പതിയുകയാണ് ചെയ്യുന്നത്. അതുതന്നെ പുള്ളി ഇവരെ ആർട്ടിസ്റ്റുകളെ ചിട്ട ചെയ്യിച്ച് അത് രംഗത്ത് വരുമ്പോൾ അതിൽ നിന്നൊന്നും ചോർന്നു പോകുന്നില്ല. പിന്നെ അല്പം എന്തെങ്കിലുമൊക്കെ പിന്നെ കൂടുതൽ കൂടിച്ചേരുകയല്ലാതെ. അപ്പോൾ ഇത് നാടകകൃത്തും സംവിധാനം ഒരാളായാലുള്ള ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. അതിനകത്ത് ബന്ധപ്പെടുന്ന എല്ലാവർക്കും, സാങ്കേതിക വിദഗ്ധർക്കെല്ലാം അതിൻ്റേതായ ഒരു ചെറിയ സമാധാനമൊക്കെ ഉണ്ടാകും. ഒത്തിരി തിരുത്തലുകൾ വേണ്ടി വരികയില്ല. നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും. ഒരു നാടകം ഉടനീളം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ നാടകത്തിലെ വില്ലനാണ് ആ ക്യാരക്ടർ. കൊച്ചുവാവ എന്ന് പറയുന്ന ആ കഥാപാത്രം ശരിക്കും മുഴുവൻ വില്ലത്തരവും കയ്യിലുള്ള ഒരു വളരെ സ്വാർത്ഥനായൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ച് വെച്ചിട്ടാണ് ഒരു നാടകത്തിൽ കൂടെ ഈ 2-2.5 മണിക്കൂർ ഈ നാടകത്തെ കൊണ്ടുപോകുന്നത്. അതായത് മുഴുവൻ അന്നത്തെ സാംസ്കാരിക സാഹചര്യത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും എടുത്ത് വിമർശനമായിരുന്നു എല്ലാത്തിനും. അത് രാഷ്ട്രീയക്കാരായാലും ശരി, ആരെ ആയാലും ശരി. അത് അസാധ്യ ഒരു രചനയുടെ ഈ കൗശലം നമ്മൾ അറിയുന്ന ഒരു നാടകം. അത് രചനയുടെ അസാധ്യ രചനയാണ് അതിൻ്റെ ആ മികവെന്ന് പറയുന്നത്. അതിനകത്ത് ആ കഥാപാത്രം എപ്പോഴും നമ്മളൊരു നടനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഒരു നടൻ അസാധ്യമായിരുന്നു നമ്മൾ പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. അതൊരിക്കൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ പറയുമല്ലോ, മമ്മൂട്ടി അസാധ്യമായിരുന്നു, അത് മമ്മൂട്ടി അതായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കി മാംസമുള്ള ഒരു പച്ചയായ മനുഷ്യനായിട്ട് ചിത്രീകരിച്ച് അയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് ചെയ്യിച്ചെടുക്കുന്ന ഒരു സൃഷ്ടികർത്താവ് അതിൻ്റെ പിന്നിലുണ്ട്. അതിനാണ് ഒന്നാമത്തെ മാർക്ക്. അത് പ്രതിഭാശാലിയായ വേറെ ഏതൊരു നടനായാലും ചിലപ്പോൾ ആ റേഞ്ചിലെത്തും, ചെയ്തെന്ന് വരും. ഒരു ക്യാരക്ടറിന് നമ്മൾ അതിന് വരും. പക്ഷേ ഈ കൊച്ചുവാവ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അത്ര തരം എസ് എൽ പുരത്തിൻ്റെ നാട്ടിൻ്റെ ഉള്ള ഒരാൾ ജീവിച്ചിരുന്ന ഒരാളിനെയാണ് പുള്ളി ആ ക്യാരക്ടറിലേക്ക് ആവാഹിച്ചെടുത്തത്. അപ്പം അത് അവിടുത്തെ ആ മുതലാളി, ആ ഷാപ്പ് നടത്തുന്ന ആ ഷാപ്പ് മുതലാളിയുടെ എല്ലാ വൈകല്യങ്ങളും അതിനകത്ത് കൂട്ടിച്ചേർത്താണ് പുള്ളി അത് സൃഷ്ടിച്ചത്. അത് പുള്ളി രാജൻ പി ദേവ് എന്ന് പറയുന്ന ആ നടൻ്റെ, അതിനു മുമ്പ് ഈ രാജൻ പി ദേവി പ്രൊഫഷണൽ നാടകവേദിയിലുണ്ട് ഈ കൊച്ചുവാവയിലെ വേഷം ചെയ്യുന്നതിനകം. വിശ്വകേരള കലാസമിതി N+ സാറിൻ്റെ 4 വർഷം സാറിൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 4 നാടകങ്ങളിൽ 4 വർഷം ഉണ്ടായിരുന്നു. പുള്ളി സ്വന്തമായിട്ട് നാടക സമിതി നടത്തിയിട്ടുണ്ട്, വേറെ നാടകത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കൊച്ചുവാവ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജൻ പി ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ നടൻ ജനിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ആ നാടകം കണ്ടാൽ പിന്നെ ഒരാളും രാജൻ പി ദേവിനെ മറക്കുകയില്ല. അത്ര അസാധ്യമായിട്ട് പുള്ളിക്കത് ചെയ്യാൻ കഴിഞ്ഞു. അതെന്ന് പറയുന്നത് അങ്ങനൊരു ക്യാരക്ടറിനെ സൃഷ്ടിച്ച എസ് എൽ പുരത്തിൻ്റെ ഒരു മഹത്വം തന്നെയാണ് അതായത് ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ഇല്ലാത്ത ഒരു നാടകമായിരുന്നു അത്. അതായത് ഒരു ആവശ്യമില്ലാത്ത കഥാപാത്രമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുമോ? അതെല്ലാം നാടകത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെട്ട കഥാപാത്രം. അതിപ്പോൾ ചുണ്ണാമ്പ് കല്യാണി എന്ന് പറയുന്ന കഥാപാത്രമായാലും ആനക്കാരൻ രാമൻ നായരായാലും ഒക്കെ അസാധ്യം. അതായത് നല്ല ഈ സമൂഹത്തിൽ തന്നെ നല്ല ജീവസുറ്റ വ്യക്തിത്വങ്ങളെയാണ് പുള്ളി അതിനകത്തെ കഥാപാത്രങ്ങളാക്കി. അതാ ഞാൻ പറഞ്ഞ രചന കൊണ്ട് അന്ന് വരെ ഈ ഇത്രയും ശക്തനായ
അത്രയും ശക്തനായ ഒരു കഥാപാത്രം മലയാള നാടക പ്രൊഫഷണൽ നാടകവേദിയിൽ ഉണ്ടായിട്ടില്ല. ഒത്തിരി കഥാപാത്രങ്ങൾ ഇപ്പോൾ തിലകൻ ചേട്ടൻ തന്നെ ചെയ്ത ഒത്തിരി കഥാപാത്രങ്ങളും വേഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നിടം വരെ അയാളുടെ വിരൽത്തുമ്പിലാണ് ഈ ഓഡിയൻസ് മുഴുവൻ. പുള്ളി എന്ത് ചെയ്യുന്നോ അത് നമ്മളങ്ങ് സ്വീകരിക്കുക ചെയ്യുന്നത്. ആ ക്യാരക്ടർ എൻ്റെ ചേഷ്ടകൾ മുഴുവൻ ഒരു ഭയങ്കര പാത്രസൃഷ്ടി തന്നെയായിരുന്നു. നമുക്കൊരിക്കലും നിഷേധിക്കാൻ ഒക്കെയില്ല.